അമിതവണ്ണവും ഷേപ്പില്ലാത്ത അരക്കെട്ടും വല്ലാത്ത ബുദ്ധിമുട്ടാവുന്നുണ്ടോ? ഭൂരിഭാഗവും നേരിടുന്ന പ്രശ്നമാണ് അമിതവണ്ണം. വണ്ണം കുറയ്ക്കാൻ വേണ്ടി പല വഴികളും പരീക്ഷിച്ചിട്ടും ഫലമൊന്നും കാണാതെ വിഷമത്തിലാണ് നിങ്ങളെങ്കിൽ ഇനി പറയുന്ന കാര്യം നിങ്ങൾക്ക് തീർച്ചയായും ഉപകരിക്കും. ജിമ്മിലൊന്നും പോകാതെ തന്നെ വണ്ണം കുറയ്ക്കാനും അരക്കെട്ട് ഷേപ്പാകാനും മാർഗമുണ്ട്. ചെമ്പരത്തി ചായ. ഉന്മേഷദായകമായ ഈ പാനീയത്തിൽ കലോറി കുറവാണ്. മാത്രമല്ല ആന്റി ഓക്സിഡന്റുകളാലും സമ്പുഷ്ടമാണ്. ദോഷകരമായ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കുകയും അതുവഴി അമിതവണ്ണവും മെറ്റാബോളിക് പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഓക്സിഡേറ്റീവ് സമ്മർദ്ദവും കുറയ്ക്കുന്നു. ചെമ്പരത്തി ചായ പതിവായി കഴിക്കുന്നത് ശരീരഭാരം നിയന്ത്രിക്കുന്നതിലും മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിലും ഒരു പ്രധാന പങ്ക് വഹിക്കും. ശരീരത്തിന്റെ മെറ്റബോളിസത്തെ ഉയർത്താൻ ചെമ്പരത്തി ചായ സഹായിക്കുമെന്നാണ് പറയുന്നത്. ഇത് കൂടുതൽ കലോറി കത്തുവാൻ സഹായിക്കും. മാത്രമല്ല ശരീരഭാരം കുറയ്ക്കാനും സഹായകമാകും. മൊത്തത്തിലുള്ള കലോറി ഉപഭോഗം കുറയ്ക്കാൻ ചെമ്പരത്തി ചായ സഹായിക്കുന്നതാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ചെമ്പരത്തി ചായയ്ക്ക് സാധിക്കും. ഇത് വിശപ്പ് നിയന്ത്രിക്കാനും സഹായിക്കുന്നതാണ്. അമിതമായി ഭക്ഷണം കഴിക്കുന്നത് നിയന്ത്രിക്കുകയും ചെയ്യും. ചെമ്പരത്തി ചായയുടെ ഡയൂറിറ്റിക് ഗുണങ്ങളും ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇത് വണ്ണം കുറയ്ക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. ശരീരത്തിൽ നിന്ന് അധിക ജലം പുറന്തള്ളുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇത് ജലാംശം കുറയ്ക്കുന്നതിനും ശരീരവണ്ണം കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. ഇത് അമിത കൊഴുപ്പ് കുറച്ച് ശരീരം ഷേപ്പ് ആകുവാൻ സഹായകമാകും. ചെമ്പരത്തിയുടെ വിത്തുകൾ, പൂക്കൾ, സത്ത്, ഇലകൾ എന്നിവയുൾപ്പെടെ ചെടിയുടെ എല്ലാ ഭാഗങ്ങളും ആരോഗ്യത്തിന് ഗുണകരമാണ്. ചെമ്പരത്തിയുടെ പൂവ് കൊണ്ട് ചായയും ജ്യൂസും എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഉണക്കിയെടുത്ത ചെമ്പരത്തി പൂവിന്റെ പൊടി 1 ടീസ്പൂൺ ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കുക. രുചിക്കനുസരിച്ചു ചെറുനാരങ്ങാ നീരും പഞ്ചസാരയും ചേർത്ത് കുടിക്കാവുന്നതാണ്. ഒപ്പം ചായപ്പൊടിയോ ടീബാഗോ ചേർത്തും കുടിക്കാവുന്നതാണ്. ഇനി 6 ഗ്ലാസ് ശുദ്ധജലത്തിൽ 1.5 കപ്പ് ചെമ്പരത്തിപ്പൂവ് ഉണക്കി പൊടിച്ചത് ചേർക്കുക. അതിലേക്ക് ചെറിയ കഴങ്ങളാക്കിയ ഇഞ്ചി 6 എണ്ണം ചേർക്കുക. 20 മിനിറ്റോളം ഇത് അടുപ്പിൽ വെച്ച് മീഡിയം തീയിൽ വേവിക്കുക. അതിനുശേഷം തണുപ്പിക്കുവാൻ വയ്ക്കുക. ഇതിലേക്ക് നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര പാനിയാക്കി ചേർത്ത് അരിച്ചെടുത്ത് കുടിക്കുക.